പാഠം 685. അത്തം 10 പൊന്നോണം. മണി 7 ആയപ്പോഴേക്ക് റെഡിയായി ഇറങ്ങിയോ? ഇതെന്തു പറ്റി? ഞാൻ ആഫീസിൽ പോകാൻ ഇറങ്ങിയതല്ല, വേറൊരു കാര്യത്തിനാ. ഇത്ര നേരത്തെ വേറെന്ത് കാര്യം? ഇന്ന് അത്തമാണ് എന്ന് നിനക്കറിയാമോ? അറിയാം. അത്തത്തിന് രാവിലെ മുറ്റത്ത് പൂക്കളമിടുന്ന ഒരു ഏർപ്പാട് നൂറ്റാണ്ടുകളായി നമ്മുടെ കേരളത്തിലുണ്ട്. അതറിയാമോ? നീ എന്തായാലും പൂക്കളിടില്ല. നിന്നോട് അക്കാര്യം പറഞ്ഞാൽ നീ പറയാൻ പോകുന്നത് എന്താണ് എന്ന് എനിക്കറിയാം. നിനക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്, അത് കഴിഞ്ഞ് കോടതിയിൽ പോണം, അതുകൊണ്ട് പൂക്കളം ഉണ്ടാക്കാൻ മനസ്സില്ല എന്നായിരിക്കും നിന്റെ മറുപടി. പക്ഷേ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് പൂക്കളം ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പൂക്കളം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനെന്തിനാണ് ഈ വേഷം? ഷർട്ട് മുണ്ടുവിട്ടേ പൂക്കളം ഉണ്ടാക്കാവൂ എന്നുണ്ടോ? പൂക്കളമിടാൻ ആദ്യം പൂക്കൾ വേണമല്ലോ. ഞാൻ അതിന് പോവുകയാണ്. ഓ, അത് ശരി. പൂവ് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. എന്റെ മോഹനേട്ടാ, അതിനിങ്ങനെ പോവൊന്നും വേണ്ട. ഗോവിന്ദൻകുട്ടി കടയിലേക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള പൂ ഗോവിന്ദൻകുട്ടി ഇവിടെ കൊണ്ടുവന്ന് തരില്ലേ? ഏത് പൂ? തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവ്. ഭാമേ, മലയാളികളുടെ ദേശീയോത്സവമായ ഓണത്തിന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവ് മനോഹരമായിരിക്കുന്നു. നിങ്ങൾക്കൊന്നും നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തെ കുറിച്ച് അറിയില്ല. പാരമ്പര്യത്തിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ മോഹനേട്ടാ? നമ്മുടെ നാട്ടിൽ പൂവില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പൂവില്ലെന്ന് ആര് പറഞ്ഞു? അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ആ, നിനക്കറിയാമോ ഭാമേ? ഹലോ, അതെ. ഇല്ലല്ലോ, ആര്? ഓ, നമസ്കാരം സാർ. മോഹനേട്ടനൊന്ന് പുറത്തു പോയിരിക്കുക. അല്ല, ഇന്ന് അത്തമല്ലേ, രാവിലെ പൂക്കളം ഉണ്ടാക്കാനുള്ള പൂവ് അന്വേഷിച്ചിറങ്ങിയതാ. അത് ഞാൻ പറഞ്ഞതാ. പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ കൊണ്ട് പൂക്കൾ വിടാൻ മോഹനേട്ടന് ഒരു മടി. ഉടനെ വരും സാർ. വരുമ്പോ ഞാനെന്താ പറയേണ്ടത്? ഓ, ശരി സാർ. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വില്ലേജൊരു പ്രത്യേക ജന്മമല്ലേ. പറയുണ്ടായിരുന്നു. എന്നെ കണ്ട് വാങ്ങിച്ചു വിട്ടതാ. എന്തിന്? അത്തത്തിന് വീട്ടിൽ പൂക്കൾ ഉണ്ടാക്കാൻ കുറച്ച് പൂക്കൾ പറിക്കാൻ തെറ്റാണ് ഉത്തമ? അങ്ങനെ പൂ പറിക്കാൻ ആളുകൾ വരുമ്പോ പട്ടി അയച്ചു വിടുന്നത് ശരിയാണോ? അങ്ങോട്ട് പോണ്ട ഇനി. അപ്പൊ ഈ ഇരിക്കുന്ന വട്ടിയായിട്ട് സാർ ഇറങ്ങിയത് പൂ പറിക്കാനായിട്ടായിരുന്നല്ലേ? എന്തെങ്കിലും പറ്റിയാ സാറേ? എന്റെ സാറേ, അത്തപ്പൂക്കൾ ഇടണമെന്നുണ്ടെങ്കിൽ ആ ഗോവിന്ദൻകുട്ടിയുടെ കടയിൽ ഒന്ന് വിളിച്ച് പറഞ്ഞ പോരെ? പൂ വീട്ടിൽ കൊണ്ടുവന്ന് തരൂലേ? പക്ഷേ അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂവാണല്ലോ. അടുത്തുള്ള വീട്ടിലും വഴിയിലൊക്കെ ഞാൻ കുറെ നടന്നു. ഒരു വീട്ടുകാരും പൂ തരുന്നില്ല സാർ. അവര് പറയുന്നത് എനിക്ക് പൂക്കളെ ഇടാനല്ല, അവര് ചെടി വെച്ച് പിടിപ്പിച്ചേന്ന്. വേണമെങ്കിൽ സ്വന്തമായി പൂച്ചെടി വെച്ച് പിടിപ്പിക്കാനും പറഞ്ഞു. എനിക്ക് വില്ലേജ് ഓഫീസിലോ ജോലിയെന്ന് ഞാൻ പറഞ്ഞപ്പോ ഒരാള് പറയാ, വില്ലേജ് ഓഫീസിലല്ല സെക്രട്ടേറിയറ്റിലായാലും അയാൾക്ക് പ്രശ്നമില്ലാന്ന്. വേറെ ആളോട് പറയാതെ പൂവറിക്കാൻ നോക്കി. അപ്പൊ അയാള് പറയാ, അയാളുടെ പറമ്പിൽ കയറിയ കാല് തല്ലി ഒടിക്കും. അതൊക്കെ സഹിക്കായിരുന്നു സാർ. ഒരു പറമ്പിൽ കയറി പൂവറിക്കാൻ നോക്കിയതും ആ വീട്ടുകാർ പട്ടി അഴിച്ചു വിട്ടു. എങ്ങനെയാ ഓടി രക്ഷപ്പെട്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഇതൊക്കെ പുറത്താരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടല്ലേ സാർ? അതുകൊണ്ട്
ഞാൻ എന്റെ വീട്ടിൽ പോലും ഒന്നും പറഞ്ഞില്ല.